കണ്ണൂർ ടൗണിൽ 25 പേരെ തെരുവുനായ കടിച്ചു. പ്രഭാത് ജംഗ്ഷന് സമീപമാണ് നായയുടെ ആക്രമണമുണ്ടായത്. കണ്ണൂർ നഗരത്തിൽ വളരെ തിരക്കുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പ്രഭാത് ജംഗ്ഷൻ. ആ വഴി വന്ന ആളുകൾക്കാണ് വലിയ തോതിൽ തെരുവുനായയുടെ കടി ഏൽക്കേണ്ടി വന്നത്. ബസ്സിൽ ഇറങ്ങി വന്ന ആളുകൾക്കും അതുകൂടാതെ ഈ റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ് കടിയേറ്റിട്ടുള്ളത്. അതിൽ സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. പലരുടെയും കാലുകളിലാണ് കടിയേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. 25 അല്ല 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വിവരം. കൊറിയർ ഓരോ സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്ന സ്പീഡ് ആൻഡ് സേഫിൽ കൊറിയറിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് കുഞ്ഞിരാമേ. ഇവിടെ കൃഷ്ണ ജ്വല്ലേഴ്സിൻ്റെ മുമ്പിൽ ആ സ്ഥാപനത്തിൽ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോയിട്ട് തിരിച്ചിട്ട് റോട്ടിന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഓടി വരുന്ന നായി വന്ന് പിടിച്ചു പറിച്ചു. കൊടയുണ്ടേനും കയ്യില്ല, അതിനെ കൊണ്ട് ഇങ്ങനെ കുത്തിയൊക്കെ എന്ത് കൊട എല്ലാം പൊട്ടിച്ച്. ചേട്ടാ, ഇത് എത്ര മണിക്കായിരുന്നു സംഭവം നടന്നത്? ഇത് സമയം ശരിക്കും ഓർമ്മയില്ല. എങ്ങനെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നത്? ശരിക്കും ബസ് ഇറങ്ങിയതാണ്. ബസ് ഇറങ്ങുമ്പോൾ തന്നെ കടിച്ചില്ല. ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ടോ? ഒരുപാട് പേരെ കടിച്ചു. കടിക്കുന്ന നായയുടെ അവസ്ഥ എന്തായിരുന്നു? അത് ഓടിപ്പോവാണോ? ഒന്നും കണ്ടില്ല. കടിച്ച് പറിക്കരുത്, തെറിപ്പിക്കരുത്. ഒരുപാട് നല്ല മുറിവുണ്ടോ? കാലിന് നല്ല മുറിവുണ്ട്. അങ്ങനെ ഒരുപാട് പേർ. ഇപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പോൾ ഈ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. കാലിലെ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് രോഗികൾ ഈ പരിസരത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്കടക്കം. കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റാണോ? നായയുടെ കടിയേറ്റതാണോ? അതെ അതെ. എന്താ സംഭവിച്ചു ശരിക്കും? ബാങ്കിലേക്ക് പോകുന്നായിരുന്നു. അപ്പോ നായ ബാക്കിൽ വന്ന് കടിച്ചു കാലിന്. കണ്ടില്ലേ? നായ വരുന്നത് കണ്ടില്ല? ഇല്ല കണ്ടില്ല. അടുത്തുള്ള ആളുകളൊക്കെ കടിച്ചിട്ടുണ്ടോ? അടുത്തുള്ള കുറെ ആളെ അവിടെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. ബാങ്കിൽ ആവശ്യത്തിന് വന്നത്? അതെ അതെ. കാലിനാണോ കടിയേറ്റത്? കാലില്. അങ്ങനെ ഒരുപാട് യുവാക്കൾക്കൊക്കെ തന്നെ കടിയേൽക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു തെരുവുനായ ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ്. ഒരുപാട് പേർ വരി നിൽക്കുന്നു. പലർക്കും ചികിത്സ വേണ്ട വിധം കിട്ടിയിട്ടില്ല. വെള്ളമടക്കം ഇപ്പോൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ചില ആളുകൾ രോഗികൾക്ക് വെള്ളം എത്തിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്. നിരവധി പേർക്ക് ഇതുപോലെ കടിയേറ്റിരിക്കുകയാണ്. ഏതായാലും ആളുകൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇദ്ദേഹത്തിന്റെ കാലിന് കടിയേറ്റിട്ടുണ്ട്. സംഭവിച്ചത് എന്താ? നായ വളരെ പതുങ്ങിയിരുന്ന് നടന്നു വരുന്ന വഴിക്കുന്ന നായ ചാടി വളരെ പതുങ്ങിയിരുന്ന് എന്താ പറയാ, സൈലന്റ് അറ്റാക്ക് എന്ന് പറയാം. ചാടി കടിക്കുന്നു, കടിച്ചു പറിക്കുന്നു, വിടത്തില്ല. എൻ്റെ ഏകദേശം ഒരു കുടയോട് ശക്തമായി അടിച്ചുകൊണ്ട് നായ വിട്ടുപോയി. തൊട്ട് പുറകെ വന്ന ആളെ ആ നായ അതേ സ്പോട്ടിൽ കടിച്ചു. കണ്ടിന്യൂസ് കടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതെന്താ പറയുക, ഈ ആനിമൽ മാൻ കോൺഫ്ലിക്റ്റ് മലയോര മേലെ നിൽക്കുന്നു. ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നായ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. കഷ്ടമുണ്ട്.